ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 7 മോഹിതം. നിലാവിനോട്. കൂട്ടുകാരെ, നാം വസിക്കുന്ന ലോകം എത്ര മനോഹരമാണ്! പുൽക്കൊടികളിൽ പുഞ്ചിരിക്കുന്ന മഞ്ഞുതുള്ളികളും ചിറകുവിടർത്തി വാനിൽ പറക്കുന്ന പക്ഷികളും ചുറ്റുപാടിനെ സുഗന്ധപൂരിതമാക്കി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും മഴയും മഞ്ഞും നിലാവും എല്ലാമുള്ള നമ്മുടെ ഈ ലോകം എത്ര മനോഹരമാണ്! മാനത്തും താഴത്തും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എന്തെല്ലാം കാഴ്ചകളാണുള്ളത്? കൂട്ടുകാർ പറഞ്ഞു നോക്കൂ. അവയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച കാഴ്ച ഏതാണ്? കവിയും ഗാനരചയിതാവുമായിരുന്ന പി. ഭാസ്കരൻ രചിച്ച ഒരു സിനിമാ ഗാനത്തിലെ ആദ്യ വരികളാണ് തന്നിരിക്കുന്നത്. നാഴിയുരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. നാഴിയുരിപ്പാല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? മാനത്തുള്ള തുമ്പച്ചെടികൾ ഏതാണ്? നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ചേർന്ന ആകാശത്തെക്കുറിച്ചാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. നിലാവിനോട്. പണ്ഡിറ്റ് KP കറുപ്പന്റെ ബാലോദ്യാനം എന്ന കൃതിയിലെ വരികളാണ് പാഠഭാഗം. നിലാവിനോട്. ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ, പിഞ്ചു കൈ നീട്ടി കുതൂകത്തോടെ കൊഞ്ചി വിളിക്കുന്നു പൈതൽ നിന്നെ, അമ്പിളിത്തേർ വിട്ടിറങ്ങി വാ നീ, അക്കൊണ്ടലാനമേലേറി വാ നീ, ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ. പാരതിൽ വന്നു കളിക്കുന്നേരം പാലും പഴവും തരുന്നതുണ്ട്, പൂപ്പന്തലേറി കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട്, വിണ്ണിൽ നിന്നമ്പിളി കൊച്ചമ്മാമൻ കണ്ണാടിയൊന്നു കൊടുത്തയക്കും, തുമ്പപ്പൂ കണ്ടിട്ടു തുല്ലു ചൊല്ലും, തൂവാല ഇങ്ങു കൊടുത്തയക്കും, ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ, ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ. ബാലോദ്യാനം, പണ്ഡിറ്റ് KP കറുപ്പൻ. ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ. കവി ആരെയാണ് വിളിക്കുന്നത്? പൂനിലാവിനെ. കൗതുകം പൂണ്ട കണ്ണും മനസ്സുമായി മാനത്തേക്ക് നോക്കി നിൽക്കുന്ന കുട്ടിയുടെ അരികത്തേക്ക് അമ്പിളിമാമന്റെ പൂനിലാവിനെ വിളിക്കുകയാണ് കവി. പിഞ്ചുകൈ നീട്ടി കുതുകത്തോടെ കൊഞ്ചി വിളിക്കുന്നു പൈതൽ നിന്നെ, അമ്പിളിത്തേർ വിട്ടിറങ്ങി വാ നീ, അക്കൊണ്ടലാനമേലേറി വാ നീ. എന്താണ് പറയുന്നത്? പിഞ്ചു കൈ നീട്ടി കുഞ്ഞ് കൗതുകത്തോടെ നിലാവിനെ സ്വാഗതം ചെയ്യുകയാണ്. അമ്പിളിത്തേരിൽ നിന്നിറങ്ങി വാ നീയ്, മേഘമാകുന്ന ആനപ്പുറത്ത് കയറി വാ എന്നൊക്കെയാണ് പൂനിലാവിനോട് പറയുന്നത്. കൊണ്ടൽ മേഘമാണ്. അമ്പിളി ആരാണ്? അമ്പിളി
ചന്ദ്രൻ. ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമനക്കുഞ്ഞിന്റെ മുന്നിൽ വാ നീ. പാരതിൽ വന്നു കളിക്കുന്നേരം പാലും പഴവും തരുന്നതുണ്ട്. പാര് ലോകം, ഭൂമിയിൽ വന്ന് കളിക്കുമ്പോൾ നിനക്ക് ഞാൻ പാലും പഴവും തരാം എന്നാണ് പറയുന്നത്. പൂപ്പന്തലേറി കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട്. എന്താണ് പറയുന്നത്? ഭൂമിയിൽ ഇറങ്ങി കളിക്കുകയാണെങ്കിൽ പാലും പഴവും പൂന്തേനും പൂവുമെല്ലാം തരാമെന്ന് നിലാവിനോട് പറയുകയാണ്. വിണ്ണിൽ നിന്നമ്പിളി കൊച്ചമ്മാമൻ കണ്ണാടിയൊന്നു കൊടുത്തയക്കും. തുമ്പപ്പൂ കണ്ടിട്ടു തുല്ലു ചൊല്ലും, തൂവാല ഇങ്ങു കൊടുത്തയക്കും. ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമനക്കുഞ്ഞിന്റെ മുന്നിൽ വാ നീ. വിണ്ണിൽ നിന്ന്, വിണ്ണ് ആകാശം, ആകാശത്തിൽ നിന്ന് അമ്പിളിക്കൊച്ചമ്മാമൻ ചന്ദ്രൻ കണ്ണാടിയൊന്നു കൊടുത്തയക്കും. അത് കണ്ടിട്ട് തുമ്പപ്പൂ തുല്ലു ചൊല്ലും. ആകാശത്തിൽ നിന്ന് അമ്പിളിക്കൊച്ചമ്മാവൻ തുമ്പപ്പൂവിനേക്കാൾ വെണ്മയുള്ള നിലാവാകുന്ന തൂവാല കൊടുത്തയക്കും. പൂനിലാവേ നീ ഓടിവാ, ഓമനക്കുഞ്ഞിന്റെ മുന്നിലേക്ക് വാ എന്നാണ് കവി സ്നേഹപൂർവം പറയുന്നത്. തുല്ലു ചൊല്ലുക എന്നാൽ കളിയിൽ തടസ്സം പറയുക എന്നാണ് അർത്ഥം. ഈ കവിത എഴുതിയതാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1885 ചേരാനെല്ലൂരിൽ ജനനം. ധ്രുവചരിതം, സൗദാമിനി, പഞ്ചവടി, ശാകുന്തളം എന്ന സംഗീത നാടകം, ബാലകലേശം, ഉദ്യാനവിരുന്ന്, ഭൈമീപരിണയം, ജാതിക്കുമ്മി, ഭാഷാ നാടകം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. 1938 അദ്ദേഹം മരിച്ചു. കണ്ടെത്താം. ആരുടെ മുന്നിലേക്ക് വരാനാണ് നിലാവിനോട് കവി ആവശ്യപ്പെടുന്നത്? ആരുടെ മുന്നിലേക്ക് വരാനാണ്? ഓമനക്കുഞ്ഞിന്റെ മുന്നിലേക്കാണ് കവി നിലാവിനെ വിളിക്കുന്നത്. പൈതൽ എപ്രകാരമാണ് നിലാവിനെ വിളിക്കുന്നത്? പിഞ്ചുകൈ നീട്ടി കൗതുകത്തോടെയാണ് പൈതൽ നിലാവിനെ വിളിക്കുന്നത്. പാരിലേക്കു കളിക്കാൻ വന്നാൽ നിലാവിന് എന്തെല്ലാം നൽകാമെന്നാണ് കുഞ്ഞു പറയുന്നത്? പാലും പഴവും തരാമെന്നാണ് കുഞ്ഞു പറയുന്നത്. അർത്ഥം കണ്ടെത്താം. അമ്പിളി, അമ്പിളി ആരാണ്? ചന്ദ്രൻ. ഏറുക, ഏറുക കയറുക. കുതുകം അഥവാ കൗതുകം എന്നാൽ താൽപര്യം. കൊഞ്ചുക, കൊഞ്ചുക എന്ന് പറഞ്ഞാൽ ഓമനത്വം തോന്നുമാറ് പെരുമാറുക. കൊണ്ടൽ, കൊണ്ടൽ എന്നാൽ മേഘം. പാര് ലോകം. പൂനിലാവ് മനോഹരമായ നിലാവ്. വിണ്ണ് ആകാശം. പ്രയോഗഭംഗി കണ്ടെത്താം. അമ്പിളിത്തേർ വിട്ടിറങ്ങിവാ നീ, അക്കൊണ്ടലാനമേലേറിവാ നീ. അമ്പിളിയാകുന്ന തേരിൽ സഞ്ചരിക്കുകയാണ് നിലാവ്. കൊണ്ടൽ മേഘം, മേഘമാകുന്ന ആനപ്പുറത്ത് കയറി വരാനും പറയുകയാണിവിടെ. തുമ്പപ്പൂ കണ്ടിട്ടു തുല്ലു ചൊല്ലും, തൂവാല ഇങ്ങു കൊടുത്തയക്കും. എന്താണ്? തുമ്പപ്പൂവിന്റെ വെണ്മയെ തോൽപ്പിക്കുന്നതാണ് നിലാവിന്റെ ഭംഗിയെന്ന് കവി സൂചിപ്പിക്കുന്നു. എത്ര പദങ്ങൾ ചേർക്കാം? അമ്പിളി, തിങ്കൾ, ഇന്ദു, ശശി, സോമൻ, പനിമതി, ശശാങ്കൻ. ചന്ദ്രനെ കുറിക്കാൻ എത്ര പദങ്ങളാണ് നമ്മുടെ ഭാഷയിലുള്ളത്? ഇതുപോലെ താഴെ കൊടുത്തവയെ കുറിക്കാൻ എത്ര പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഭൂമി, ഭൂമിക്ക് മറ്റേതൊക്കെ പദങ്ങളാണുള്ളത്? ധര, ധരിത്രി, ധരണി, ക്ഷിതി, മഹി, ഭൂവ്. ആകാശം, മാനം, വാനം, വിണ്ണ്, ഗഗനം, നഭസ്, അംബരം, വിഹായസ്. നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. ആന, ഗജം, കരി, ഹസ്തി, വാരണം, കുംഭി, ഇഭം, കുഞ്ചരം. മേഘം, മുകിൽ,
അമ്പുതം, നീരദം, ജലധം. കുഞ്ഞ്, ശിശു, പൈതൽ, കുട്ടി. പദങ്ങൾ കണ്ടെത്താം. പൂപ്പന്തൽ, പൂനിലാവ്. ഈ പദങ്ങൾ കവിതയിൽ ഉപയോഗിച്ചത് കണ്ടല്ലോ. പൂ ചേർത്ത് കൂടുതൽ പദങ്ങൾ കണ്ടെത്താമോ? കണ്ടെത്തിയ ഏതെങ്കിലും ഒരു വാക്കുപയോഗിച്ച് ഒരു വാക്യം എഴുതൂ. ഏതൊക്കെ പദങ്ങളാണ് പൂ ചേർന്ന് വരുന്നത്? പൂമാനം, പൂങ്കാവനം, പൂമ്പുലരി, പൂന്തിങ്കൾ, പൂംപൈതൽ. പൂമാനം ചേർന്ന് ഒരു വാക്യം എഴുതാമോ? പൂമാനം പൂത്തുലഞ്ഞു. പൂന്തിങ്കൾ മാനത്ത് പുഞ്ചിരിച്ചു. കടങ്കഥകൾ ശേഖരിക്കാം. ആന കേറാമല, ആടു കേറാമല, ആയിരം കാന്താരി പൂത്തിറങ്ങി. ഇതുപോലെ ആകാശം, അമ്പിളി എന്നിവയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിക്കൂ. ഏതൊക്കെയാണെന്ന് നോക്കാം. ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ, ആകാശമാണ്. എങ്ങു നോക്കിയാലും കാലില്ലാ പന്തൽ, ആകാശം. ആയിരം പൊടിയരി, അതിലൊരു തേങ്ങാപ്പൂള്, നക്ഷത്രങ്ങളും ചന്ദ്രക്കലയും. ഇപ്പോൾ കണ്ട വട്ടക്കണ്ണാടി ഇന്നേക്കൊരു വെള്ളിത്തളികയായി, ചന്ദ്രൻ. അച്ഛന്റെ പണം എണ്ണിയാൽ തീരില്ല, അമ്മയുടെ സാരി മടക്കിയാൽ തീരില്ല, ആകാശം. അടിക്കാത്ത മുറ്റം, ആകാശം. താരതമ്യം ചെയ്യാം. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്. ONV കുറുപ്പിന്റെ വരികളാണ്. ഈ വരികളിലെ ആശയവും തുമ്പപ്പൂ കണ്ടിട്ടു തുല്ലു ചൊല്ലും, തൂവാല ഇങ്ങു കൊടുത്തയക്കും എന്ന വരികളിലെ ആശയവും താരതമ്യപ്പെടുത്തി കുറിപ്പെഴുതുക. അമ്പിളി മാനത്ത് ചിരിക്കുന്നത് പോലെ തുമ്പപ്പൂ താഴത്ത് ചിരിച്ചു നിൽക്കുന്നുവെന്നാണ് ആദ്യത്തെ വരികളിൽ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ വരികളിൽ എന്താണ് പറയുന്നത്? തുമ്പപ്പൂവിനേക്കാൾ വെണ്മയുണ്ട് നിലാവിനെന്നാണ് കവി പറയുന്നത്. ONV കുറുപ്പിന്റെ കവിതയിൽ തുമ്പപ്പൂവും അമ്പിളിയുടെ ചിരിയും ഒരുപോലെ വെണ്മയുള്ളതാണ്. അമ്പിളിയുടെ ചിരി എന്നാൽ നിലാവ്. രണ്ടിന്റെയും ചിരി കവിക്ക് ഒരുപോലെ അനുഭവപ്പെട്ടു. അവ നിൽക്കുന്ന ഇടത്തിന് മാത്രമേ വ്യത്യാസം കാണുന്നുള്ളൂ. എങ്കിലും അമ്പിളിയോളം പ്രാധാന്യം കവി തുമ്പപ്പൂവിനും നൽകുന്നുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പന്റെ കവിതയിൽ നിലാവിന് തന്നെയാണ് പ്രാധാന്യം. വിണ്ണിൽ നിന്ന് അമ്പിളിയമ്മാവൻ തുമ്പപ്പൂവിനേക്കാൾ വെണ്മയുള്ള നിലാവാകുന്ന തൂവാല കൊടുത്തയക്കുമെന്നാണ് കവി പറയുന്നത്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.